ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ പറഞ്ഞ പോലെ ഞങ്ങളുടെ വെള്ളത്തിലൊക്കെ ചെറിയ പോലെ ആയതുകൊണ്ട് ഞാനും അമ്മയും രാവിലെ വെള്ളത്തിന് പോകണം കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും വെള്ളത്തിന് പോകണം. എണീറ്റതേ ഉള്ളൂ കേട്ടോ. വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൊട്ടി കെട്ടി. 6 മണിയായിട്ടുള്ളൂ കേട്ടോ. പഞ്ചായത്ത് കിണറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് അതിനതേ നമ്മൾ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റിലാട്ടോ കൊണ്ടുവരുന്നത്. അതേ ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ടോ. ആരും എണീറ്റിട്ടൊന്നുമില്ല. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. അയ്യോ, രക്ഷയില്ലാത്ത തണുപ്പ്. ഞങ്ങൾ വേഗം പോയി വെള്ളം കൊണ്ടുവരട്ടെ. എന്താ പൂവിലൂടെയൊക്കെ വെള്ളം ഒഴിക്കും. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. രാത്രി മഴ പെയ്തെന്ന് തോന്നാം. വേഗം വാ വേഗം വാ, നമുക്കിനി ഇതും കഴിഞ്ഞിട്ട് വേണം കേട്ടോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതേ മഞ്ഞ് വീണേക്കുന്നുണ്ടോ. അയ്യോ, പിന്നെ നമ്മുടെ മാവൊക്കെ ഇതേ പൂത്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പൂത്തതല്ല, നന്നായിട്ട് മാങ്ങയായി കേട്ടോ. നമ്മുടെ മാങ്ങയല്ല ഇത്, ഈ സഹകരണ മാങ്ങ. ഇത് അരപ്പറമ്പാമേ. ഇത് പണ്ട് മുതൽ ഈ മാവിൽ നിന്ന് ഞങ്ങൾ എന്ത് മാങ്ങ പറിച്ചിട്ടുണ്ടല്ലേ അമ്മ. ഇഷ്ടം പോലെ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആരുടെ പറമ്പാന്നൊന്നും അറിയത്തില്ല. ഇത് ഓരോരുത്തരുടെ കയ്യിൽ അങ്ങനെ കൈമാറിയൊക്കെ പോകുന്നുണ്ട്. മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. മഴയും മഞ്ഞൊക്കെ ആയിട്ട് തണുപ്പിൻ്റെ ഒരു നെറ്റിൻകരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരാട്ടോ. ഈ 2 കുറ്റിയിലും കൂടെ അവർ കെട്ടി വെച്ചേക്ക്. ഈ വെള്ളം കുഴപ്പമില്ല, പക്ഷെ പൊടി ഇതൊക്കെയാണ്. നമ്മൾ ഇതും അരിച്ചെടുക്കണം. പക്ഷെ നമുക്ക് നിവൃത്തി ഇല്ല. അയ്യോ, അവിടെ അഴിക്കണ്ടമ്മ, കുഴപ്പമില്ല, അരിച്ചില്ലേ. കുടിക്കുന്ന വെള്ളം കേട്ടോ. നമുക്ക് കഴുകാം. പായൽ വെള്ളമാണേ. പാറ കിടക്കുന്ന വെള്ളമായതുകൊണ്ട് നല്ല വെള്ളം. പാറയായതുകൊണ്ട് നല്ല വെള്ളമാണ്. വൈകുന്നേരത്തെ ഇന്ന് അടിക്കുകയില്ലായിരിക്കും. ഇന്ന് തെയ്യം നാളെ ആയിരിക്കും അടിക്കുള്ളൂ. പള്ളി കഴിഞ്ഞ് വന്നിട്ടേ കടയിൽ പോയാൽ പോരെ. എനിക്ക് 5 മണിയാകുമ്പോൾ അയക്കണം വേണം. നമുക്ക് മാവേലി സ്റ്റോറിൽ പോയി മേടിക്കായിരുന്നല്ലോ അമ്മ. മാവേലി പോയി മേടിച്ചു. ഞാൻ വരുന്നില്ല പള്ളിയിൽ. കൊച്ചു വെക്കോ. നിറച്ച് മൂക്ക്. വെള്ളത്തിനൊരു കളറില്ല അല്ലേ? വെള്ളത്തിനൊരു കളറില്ലെന്ന്. ഈ കിണറ്റിൽ വെള്ളം പറ്റുന്നേ ഇല്ല. ഇപ്പം നേരത്തെ ആണെങ്കിൽ ഇറങ്ങി കോരിയിട്ടുണ്ട്. ഓർക്കുണ്ടോ? അത് ശരി. കുഞ്ഞതായിട്ട് അതൊക്കെ ഓർക്കുന്നത് നൊസ്റ്റാൾജിക്കൽ ഫീലാ. വൈകുന്നേരം ആകുമ്പോൾ ഒരു കട കൊണ്ടാണ് ഇത് മരിച്ചില്ലെങ്കിൽ. വെള്ളമെല്ലാം ഒന്ന് കോരി കളഞ്ഞ ബാറിലൊക്കെ ഒന്ന് കഴുകി. വെള്ളമൊക്കെ കോരിയിട്ടുണ്ട്. നമ്മൾ പോവാട്ടോ. അപ്പോൾ വേഗം പോകണം, പള്ളിയിൽ പോകണം. ഒരിടത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, ഒരിടത്ത് ചാമ്പിങ്ങയിലത് ഇഷ്ടംപോലെ ചാമ്പിങ്ങയുണ്ട്. എല്ലാം താഴെ വീണ് പോകണ്ട. വലുതായിരുന്നേ, കണ്ടില്ലേ. ഒരിടത്ത് വന്ന് നിൽക്കുവാണ് നമ്മളിപ്പോൾ പള്ളിയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി വരാറായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വരിക, കയറിപ്പോയി പള്ളിയിൽ പോകണം. നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അമ്മമാരൊക്കെ ഇന്ന് അവധിയാണ് കേട്ടോ. ഒരു കടയും തുറന്നിട്ടില്ല. പിന്നെ അകലേന്ന് നമുക്കുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി എന്നിട്ട് ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പോവുക, കുർബാനയൊക്കെ സ്വീകരിക്കുക, തിരിച്ചു വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. അവിടെ പൂത്ത് നിൽക്കുന്ന കണ്ട മാവ് നിറച്ചും മാങ്ങയായിട്ട് കണ്ട. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണേ. അപ്പോൾ എൻ്റെ പുറകെ നിൽക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചി എന്നോട് വല്ലവരുടെയും ചക്ക കാണിച്ചു തന്നിട്ട് ചോദിച്ചാൽ അത് പുടുങ്കലാമ്മാന്ന്. അതിന് ചക്കയ്ക്ക് എന്താ തമിഴ് പറയാം എന്തൊരു പേര് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു എനിക്കറിയാതെ, എനിക്ക് தெரியாതെന്ന് പറഞ്ഞിട്ടോ. വല്ലവരുടെ ചക്കയൊക്കെ ഇട്ടോളം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പറയും. എന്തിനാ ഞാൻ പറഞ്ഞ എനിക്കറിയില്ല. പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇനിയെല്ലാം പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞിറങ്ങി. ഒരാളെത്തി ഏഞ്ചൽ രാജകുമാരി നമ്മുടെ ചാച്ചിയമ്മനും കണ്ടുമുട്ടി. നമ്മൾ ചാച്ചിയമ്മയുടെ അടിപൊളി സാരി. ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുക പള്ളിയിലൊക്കെ കഴിഞ്ഞ്. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. കുരുവിള സിറ്റി എത്തിയപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അതുപോലെ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നില്ല. അവർ ചായ കുടിച്ചു, എന്നെ നിർബന്ധിച്ചാണ് കുടിക്കാൻ വിളിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിനി നമ്മുടെ രാജകുമാരിയിലെ നീതി സ്റ്റോറിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബസ് പോകും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോന്നു. അതിന് നമ്മൾ രാജകുമാരിയിൽ വന്നിറങ്ങിയതേ ഇതാണ് നീതി സ്റ്റോറ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പം ഞാനും അമ്മയും കൂടെ ഒരു പ്ലാൻ ഇട്ടു. അതായത് നമുക്കിപ്പോൾ വെള്ളമില്ലല്ലോ, കാരണം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന വെള്ളം അതിൻ്റെ അകത്ത് വീണിട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചെന്നില്ല, ചെളി വെള്ളം, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അതുകൊണ്ട് നമുക്ക് അലക്കാൻ കുറേയുണ്ട്. കഴിഞ്ഞ ദിവസം ഒന്നും അലക്കിയില്ല, അപ്പോൾ വെള്ളം വരും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ എന്തായാലും ആ കിണർ തേകാതെ, അതായത് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് പുതിയ നല്ല വെള്ളം വരാതെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. അപ്പം നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ താഴെ നിന്ന് കൊണ്ടുവരും. പിന്നെ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്. പിന്നെ തുണിയൊന്നും അലക്കാനുള്ള വെള്ളമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തുണിയും ബെഡ്ഷീറ്റും എല്ലാ സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും പോവുമല്ലേ, അപ്പോൾ എല്ലാം കൂടെ അലക്കി സെറ്റാക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ പിന്നെ തന്നെ വരുമായിരിക്കും. ഇതെന്താ അമ്മ താത്താത്ത പോയതമ്മ? താത്ത കണ്ടുപോയി. അയ്യോ ഏ നമ്മളത് പുഴയിലെത്തിയിട്ടുണ്ട്. അമ്മ അതെ തത്തി 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 പോവാട്ടോ പയ്യെ. ഞാനെന്തേ ഇത്രയും തുണി എടുക്കാണ്ട്, അപ്പം ഞാൻ വേഗം താഴെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ നല്ലപോലെ വെള്ളമുണ്ട്, നല്ല വെയിൽ. ഇളക്കാൻ ഇവിടെ അങ്ങനെ കമ്പിളിയൊക്കെ വിരിച്ചു. അപ്പോൾ നാട്ട് വെള്ളം തുറന്നു കിട്ടുമല്ലോ, ഒടുക്കത്തെ വെയിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം ബാക്കി തുണിയും കൂടെ അലക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അലക്ക് തുടങ്ങി. അമ്മ അലക്കിയില്ല കേട്ടോ, അമ്മയോട് അലക്കണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാലിനും കൈക്കൊക്കെ വേദനയായതുകൊണ്ട് വെള്ളത്തിലധികം നിന്ന് കഴിഞ്ഞാലും വേദനയൊക്കെ കൂടും. പിന്നെ കൈ വെച്ച് എന്തായാലും അലക്കാനൊന്നും പറ്റില്ല, കുറേ ആയിട്ട് അമ്മ അലക്കലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അന്ന് അമ്മയെ സോപ്പിട്ട് ആ തുണിയിൽ ഞാൻ അലക്കി വേഗം അലക്കിയിടാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ സോപ്പിട്ട് തരാണ് തുണിയിലൊക്കെ. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അലക്കായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ വെയിലും ഒന്നും ഇതായിരുന്നില്ല നമ്മൾ അലക്കുന്ന സ്ഥലത്ത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇന്ന് അലക്കാൻ പറ്റിയല്ലായിരുന്നു. വെയിലും കൂടി ആയിരുന്നെങ്കിൽ ആകെ ആവശ്യതയായി പോയേനെ. അതുപോലെ തുണി ഉണ്ടായിരുന്നു, കുറേ ദിവസത്തെ തുണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ അലക്കിയില്ല. പിന്നെ അമ്മ ജോലിക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് അടിച്ച് കഴുകിയാലേ പറ്റത്തുള്ളൂ, കാരണം ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്.
അലക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഒരു കിൻറ്റൽ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിന്ന് കുറേ നേരം അലക്കിയത് കൊണ്ട് തന്നെ നല്ല നടുവേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇരുന്നിട്ട് അങ്ങ് ഊരിപ്പിഴിയാന്ന്. അങ്ങനെ ഇരുന്നിട്ട് ഊരിപ്പിഴിയാണ്. നന്നായിട്ട് പാട്ടൊക്കെ പാടി ലാല പാടിയിട്ടാണ് ഞാൻ ഊരിപ്പിഴിയുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം, അല്ലെങ്കിൽ ഇവിടുന്ന് മേളിലേക്ക് കയറ്റിക്കൊണ്ടുപോകാൻ നല്ല പാടായിരിക്കും. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ എടുക്കുകയാണ്. കുറേ നേരം എടുത്തു കേട്ടോ അതൊന്ന് ഊരി പിഴിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ പരിപാടികൾക്ക് ശേഷം ഞങ്ങൾ അലക്കൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി. തലയൊന്നും കഴിയില്ല കേട്ടോ, അതുകൊണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പം അമ്മ തുണിയൊക്കെ എടുത്ത് വെക്കുക. ഊരിപ്പിഴിഞ്ഞ് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. അയ്യോ വിശക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അതിന് അലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. ഫുൾ കൈ ആയതുകൊണ്ട് ഞാൻ ഇട്ട ഡ്രസ്സൊന്ന് ഊരിപ്പിഴിയാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഊരിപ്പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ. 2 ബക്കറ്റ് മേളിൽ കൊണ്ടേ വെച്ചു. ഇനി നമുക്ക് ഓട്ടോക്കാരനെ വിളിക്കാമെന്നുള്ളത് പോവുക, അത്രയൊക്കെ തന്നെ. പിന്നെ നിങ്ങൾക്ക് കുറേ മീനൊക്കെ കാണിച്ചാൽ മീനൊക്കെ ഉണ്ട്, പരലുണ്ട്, ഗപ്പിയുണ്ട്. ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കല്ലിൻ്റെ അത് ഈ കല്ലേ ഒട്ടിയിരിക്കുന്ന സാധനത്തിൻ്റെ പേരെന്തോ അമ്മ? കല്ലേമുട്ടി. വേറെ സാധനം കാണിച്ചതാകെ എന്താ കല്ലേമുട്ടി ആട്ടത്. ഓ സോറി, ഇത് കക്ക. ഇത് കക്കയാട്ടോ, കക്ക. തിന്നാൻ കൊള്ളോ? ആ ഇത് ഇവിടത്തെ കക്കയാട്ടോ. അപ്പൊ അമ്മ കല്ലേമുട്ടി നിർത്തിയത്. ആ സോറി, ഇത് കക്കയാട്ടോ. എന്താ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട് തന്നെ. പിന്നെ ഞാൻ എന്തായാലും വേഗം എൻ്റെ കാലൊക്കെ ഒന്ന് എഴുതേട്ടോ. പിന്നെ അലക്കും പറക്കലൊക്കെ കഴിഞ്ഞത് തിരിച്ച് കയറി പോവാണ്. അമ്മച്ചി ഇവിടെ നോക്കടേ, അലക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുക. അതെ, മടുത്തു അലക്കൊക്കെ ഒരു വിധമായി കേട്ടോ. മുഖമൊക്കെ ഇരിക്കുന്നു, മുടിയൊക്കെ ശരിക്കും വെക്കട്ടെ. നമ്മൾ റോഡിലേക്ക് കയറും. അപ്പോൾ ബസ്സൊക്കെ ഓടുന്ന നമ്മൾ വരുന്ന വഴി കേട്ടോ ഇത്. അയ്യോ നമ്മൾ നമ്മുടെ വിരി ഒരുവിധം ഉണങ്ങി. ആ സൈഡ് വഴിയേ ഉള്ളൂ, അതിൻ്റെ പുറത്ത് പോയി തേടെ എടുത്തിട്ടേ. കുറേ സാധനമുണ്ട്. ഒരുവിധം ഉണങ്ങിയല്ലേ? സൈഡിൽ കൂടെ ഉള്ളൂ ഉണങ്ങ. ഇവിടെയൊക്കെ കപ്പ ഇട്ടേക്കോട്ടോ. കണ്ട പത്തിനെട്ട് കപ്പയാണോ അത് ഈ നിൽക്കുന്ന കുഞ്ഞത്? വേറെയാണോ? ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. അമ്മതേ ഓട്ടോ ഇതുവരെ വന്നില്ല. അപ്പം നമ്മൾ വിളിച്ച ചേട്ടൻ റോഹിത് ചേട്ടൻ വേറെ ഇവിടെ ഓട്ടത്തിന് വെക്കാം. അപ്പോൾ വേറെ ഒരാളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വരട്ടെ. ആലിപ്പഴം വീഴുന്നു കേട്ടോ. എടാ ആലിപ്പഴം, എടാ ആലിപ്പഴം ചേർന്നു കേട്ടോ. ആലിപ്പഴം വീഴുന്നത്. വാ ലൈഫിൽ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ഞങ്ങള് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ആലിപ്പഴം. അടിപൊളി കേട്ടോ. അയ്യോ കേറി നിൽക്കട്ടെ. വാ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. ആലിപ്പഴം ഓ അടിപൊളി. ഇഷ്ടം പോലെ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നേ. കിടക്കുന്നുണ്ടോ? അടിപൊളി സ്ഥലം.
ആലിപ്പഴം ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ആലിപ്പഴം വീണത് കാണുന്നത്. കാരണം കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മ എല്ലാവരോടും പറഞ്ഞു തരാറുണ്ട് ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ ആലിപ്പഴം വീഴും, ഐസ് കട്ടകൾ വീഴും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കുഞ്ഞിലെ അത് അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ആദ്യ മഴ സമയത്തൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു കാണാൻ പറ്റണേന്ന്. പക്ഷേ ലൈഫിൽ ഒരിക്കലും ഇത്രയും നാൾക്കിടയിൽ കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഷോട്ട് ഇട്ടപ്പം കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വലുതായിട്ട് വീഴും, കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയതൊക്കെ ആയിട്ട് വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ മേളിലേക്ക് ജനലുകൾ, വണ്ടിയുടെ ഗ്ലാസ് അങ്ങനെയൊക്കെ വീണ് ഭയങ്കര ഫോഴ്സിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടുവാനൊക്കെ ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ ഇത്. പക്ഷേ ഞങ്ങളിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാര്യം കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.